കഴിഞ്ഞാണ് ആ നൂറിന് നിൽക്കാനുള്ള സ്ഥലം. അത് രണ്ടും പഠിച്ചതിന് ശേഷം മറ്റുള്ളതിലേക്ക് അള്ളാഹു കടന്നത്. എല്ലാം ഒറ്റ നിമിഷം കൊണ്ട് അള്ളാഹ്ക്ക് ഇവിടെ ഉണ്ടാക്കാം. ഈ ലോകത്തുള്ള മുഴുവൻ ജനങ്ങളെയും ഒരു നേരം കൊണ്ട് തന്നെ ഇവിടെ പടക്കാം, നേരിട്ട് പടക്കാം. ഒരു ഉമ്മാൻ്റെയും ഉപ്പാൻ്റെയും ഒരു കുടുംബത്തിൻ്റെയും ഒരു വീടിൻ്റെയും നാടിൻ്റെയും ഒരു സ്ഥലത്തിൻ്റെ ഒരു ആവശ്യവും ഇല്ലാതെ തന്നെ ഒരു നാട്ടിൽ തന്നെ എല്ലാവരെയും ഒരേ സമയത്ത് ഉമ്മ ഉപ്പ സഹോദരൻ സഹോദരി എന്നില്ലാതെ വേർത്തന്നെ പടക്കാവുന്നതാണ്. ആദം നബി അലൈഹിസ്സലാമാണ് മനുഷ്യകുലത്തിൻ്റെ പിതാവ്. പിതാവില്ലാതെ ഇവിടെ പടക്കാൻ പറ്റില്ലേ? പറ്റും. പക്ഷേ പിതാവില്ലാതെ നമ്മളൊക്കെ ഈ അരികിൽ പിതാവില്ലാത്ത ആളുകളെ പറ്റി പറയുന്നത് എന്താ? തന്തയില്ലാത്തവെന്ന് പലരെ പറ്റിയും പലരും പറയുമ്പോൾ അത് വൃത്തികെട്ട വാക്കായിട്ടാണ് ഈ ജനങ്ങളുടെ ഇടയിൽ നിലനിൽക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരു വാപ്പ വേണം, ഒരു പിതാവ് വേണം, ഒരു മാതാവ് വേണം. അങ്ങനെ പാരമ്പര്യമായി ആ മാതാവും പിതാവിനെയും നിന്റെ വാപ്പാര നിന്റെ ഉമ്മയാര എന്നുള്ള ചോദ്യം ഉണ്ട്. അപ്പോൾ ഉമ്മയും ഉപ്പയും ഉണ്ടെങ്കിലേ ഇവിടെ ഉണ്ടാകൂ എന്നുള്ളത് തെറ്റാണ്. അത് ഇവിടെ നിലനിൽക്കാൻ വേണ്ടി ആദം നബി അലൈഹിസ്സലാമിന് ഉമ്മയില്ലാതെ, ഹവ്വാ ഉമ്മ ബീവിയെ ഉമ്മയില്ലാതെ ഉമ്മയില്ലാതെ ഇവിടെ പടച്ചെങ്കിൽ ആ പടച്ച റബ്ബിന് സർവരെയും അങ്ങനെ പടക്കാൻ സാധിക്കും. ഉപ്പയില്ലാതെ ഉമ്മയിൽ മാത്രമായി ഒരു പ്രത്യേകമായ ആത്മാവിനെ ഇട്ടുകൊടുത്ത് ഈസാ നബി അലൈഹിസ്സലാമിനെ അള്ളാഹ് പടച്ചെങ്കിൽ അള്ളാഹുവിന് ഉപ്പയില്ലാതെ ഇവിടെ പടക്കാൻ സാധിക്കും. പിന്നെ എന്തുകൊണ്ടാണ് ഉമ്മയെയും ഉപ്പയെയും നൽകിക്കൊണ്ട് അവരില്ലാത്ത മുഴുവൻ ആളുകളെയും അള്ളാഹു പ്രത്യേകമായി ആ രൂപത്തിൽ തന്നെ പടച്ചതെന്തുകൊണ്ടാണ്? അവർക്ക് ഉമ്മയെ ബഹുമാനിക്കണം, ഉപ്പയെ ബഹുമാനിക്കണം. ഉമ്മയോടൊരു ചെയ്യുന്ന വാക്ക് പോലും പറയാൻ പാടില്ല. ഈ നിലക്കിങ്ങനെ മാതാപിതാക്കളോടുള്ള ബഹുമാനം പറയുന്നു. മാതാപിതാക്കൾ അള്ളാഹു നൽകി എന്തിനു വേണ്ടി? യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, ഇന്നാ ഖലഖ്നാകും, നാം നിങ്ങളെ പടച്ചു. എന്തായിട്ടാണ് അല്ലാഹു പടച്ചത്? യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖ്നാകും മിൻ ദക്കരിൻ വ ഉൻസാ, ആണ് പെണ്ണിൽ നിന്നാണ് പടച്ചത്. അല്ലാഹു ആണ് പെണ്ണുമായി ബന്ധപ്പെട്ടിട്ട് അങ്ങനെയാണ് പടച്ചത്. സൂക്ഷിക്കണം. നമ്മുടെ ആ തുടക്കം തന്നെ ഒന്നിനും കഴിയാത്ത നിലക്കാണ്. വലഖദ് ഖലഖനൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല മണ്ണിൽ നിന്നാണ് പടച്ചത്. അവൻ പടച്ചത് ബീജത്തുള്ളികളിൽ നിന്നാണ്. അപ്പോൾ അള്ളാഹു ഒരു ആണിൽ നിന്നും പെണ്ണിൽ നിന്നും പടച്ചു. അപ്പോൾ നിങ്ങൾ ഒന്നുമായിരുന്നില്ല, നിങ്ങൾക്കിവിടെ ഒന്നുണ്ടായിരുന്നില്ല. ജനിക്കുന്നതിൻ്റെ ഒരു ദിവസം മുമ്പ് വരെ നിങ്ങൾ ഈ ഭൂലോകത്ത് വന്നിരുന്നില്ല. ഗർഭം ധരിക്കുന്നതിൻ്റെ മുമ്പ് നിങ്ങൾ ഗർഭത്തിലുണ്ടായിരുന്നില്ല. റൂഹൂന്നതിൻ്റെ മുമ്പ് വെറും രക്തക്കട്ടകളും അതുപോലെ മാംസപിണ്ഡങ്ങളുമായി മാത്രം ആ നുത്ഫത്ത് തന്നെ, ബീജത്തുള്ളി തന്നെ മാസങ്ങൾ നിലകൊണ്ട്
അങ്ങനെ അള്ളാഹു നമ്മളെ പടച്ചു തീർക്കാൻ വേണ്ടി പറയുകയാണ്. കിബർ കാട്ടാൻ ഒരു നിലക്കും ഒരു ചാൻസും നൽകാതെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നിങ്ങളെ ഞാൻ പടച്ചു മിൻ ദക്കരിൻ വ ഉൻസാ, ആണും പെണ്ണിൽ നിന്നാണ് പടച്ചത്. ആദം നബിയിൽ നിന്ന് ഹവ്വാ ഉമ്മയിൽ നിന്ന് അങ്ങനെ തുടങ്ങിയുള്ള പടപ്പ് ആരാ പടച്ചത്? ആദം നബിയാണ് പടച്ചത്. അതിന് സബബാരാണ്, അതൊരു ആണും പെണ്ണുമാണ്. വജഅൽനാകും, നിങ്ങളെ ഞാൻ ആക്കി, ശുഊബൻ വഖബായില ലിതഅറഫൂ, നിങ്ങളെ പല ഗോത്രക്കാരാക്കി, പല നാട്ടുകാരാക്കി, പല കുടുംബക്കാരാക്കി. എന്തിനു വേണ്ടി? ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും ലിതഅറഫൂ, നിങ്ങൾ പരസ്പരം അറിയാൻ വേണ്ടിയാണ്. ഒരു കുടുംബം പറഞ്ഞാൽ അത് ഇന്ന ആളാണ്, ഖുറൈശിയാണ്, അയാൾ തങ്ങളാകുമ്പോൾ ഇന്ന കബീലയാണ്, കുടുംബമാകുമ്പോൾ ഇന്ന കുടുംബമാണ് എന്ന് പറയുമ്പോൾ അത് വേർതിരിച്ചറിയും. ഇന്നയാളെ മോനാണ്, ഇന്നയാളെ മോളാണ്, ഇന്ന കുടുംബത്തിൽപ്പെട്ട ആളാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാകും. അതിനു വേണ്ടി തന്നെയാണ് നിങ്ങളെ അങ്ങനെ വേർതിരിച്ച് പടച്ചത്. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, നിങ്ങളിൽ ഏറ്റവും ബഹുമാനമുള്ളവർ, സ്ഥാനമുള്ളവരാരാണ്? അത്ഖയായ ആളാണ്, സൂക്ഷ്മത ജീവിതത്തിലുള്ളവരാണ്. ആരാണ് നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും സൂക്ഷ്മതയുള്ളവർ? അവരാണ്. അവരെ ഹൃദയത്തിലാണ്, അവരെ ഇഖ്ലാസ്, അവരെ ആത്മാർത്ഥത, അവരുടെ സൂക്ഷ്മത, അവരുടെ ജീവിതശൈലി, അത് ആരാണ് ഏറ്റവും ഉത്കൃഷ്ടർ? അവരാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും മത്ഖയായ ആളാണ്, ഏറ്റവും അക്രം, ഏറ്റവും സൂക്ഷ്മതയുള്ള ആളാണ്, ഏറ്റവും സ്ഥാനമുള്ളവനെന്ന് അള്ളാഹു പരിശുദ്ധ ഖുർആനിലൂടെ പറയുന്നു. മുത്തുനബി തങ്ങൾ പറയുന്നു, അന അത്ഖാക്കും ബില്ലാഹ്, ഏറ്റവും വലിയ തഖ്വയുള്ളവൻ ഞാനാണ്, ഏറ്റവും കൂടുതൽ അത്ഖയായവർ ഞാനാണ്. ആ അത്ഖന്റെ ആ എല്ലാത്തിനേക്കാളും ഇസ്മു തഫ്ളീലാണ് അവിടെ. അത്ഖ ഏറ്റവും സൂക്ഷ്മതയുള്ളവർ, ഏറ്റവും അല്ലാഹുവിനെ ഭയമുള്ളവർ മുത്തുനബിയാണ്. മുത്തുനബിയെ കഴിച്ചിട്ടേ മറ്റുള്ളവരുള്ളൂ. അതാണ് മുത്തുനബി പറയുന്നു, അനത്ഖാക്കും, ഞാനാണ് ഏറ്റവും അത്ഖയായവർ. അപ്പോൾ അനക്രമുക്കും, ഞാനാണ് നിങ്ങളിൽ ഏറ്റവും സ്ഥാനമുള്ളവർ. ഖുർആൻ മൊത്തം മുത്തുനബിന്റെ മദ്ഹാണ്. ഇവിടെയുള്ള മുഴുവനും മുത്തുനബിക്ക് വേണ്ടിയാണ്. മുത്തുനബിയെയാണ്, അവിടുത്തെ നൂറാണ് ആദ്യം ഇവിടെ പടച്ചത്. ആ നബി തങ്ങളിലൂടെ നമ്മളിലേക്ക് നൂറുകൾ കൈമാറി വരുമ്പോൾ ആ നൂറ് കിട്ടിയവർ, അവരാണ് ഹിദായത്ത് സിദ്ധിച്ചവർ. ആ നൂറ് ലഭിക്കാത്തവരാണ് ഹിദായത്തിൽ നിന്ന് പുറത്തുപോയവർ. ഹിദായത്ത് കിട്ടണമെങ്കിൽ തങ്ങളെ ഒളിവ് കിട്ടണം. ആ ഒളിവിലൂടെയാണ് എല്ലാം രക്ഷപ്പെടുന്നതും. ആ ഒളിവില്ലായ്മയിലൂടെയാണ് സർവ്വതും പരാജയപ്പെടുന്നതും. അള്ളാന്റെ ഹബീബിനെ പിടിക്കാതെ ഒരുത്തനുക്കും രക്ഷപ്പെടാൻ സാധ്യല്ല. അള്ളാന്റെ ഹബീബ് വേണം. എന്തിലേക്ക് കിടക്കുകയാണെങ്കിലും മുത്തുനബി വേണം. മുത്തുനബി ഇല്ലാതെ ഇവിടെ ഒന്നുമില്ല. നിന്റെ മുതലില്ല, നിന്റെ മക്കളില്ല, നിന്റെ കുടുംബമില്ല, നിനക്കൊന്നുമില്ല.
നിന്നെ പ്രസവിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ നിനക്കുള്ള ഭക്ഷണം അല്ലാഹു അതാ പുക്കിൾ കൊടിയിലൂടെ നൽകിയില്ലേ? പുക്കിൾ കൊടിയിലൂടെ നിനക്കുള്ള ഭക്ഷണം അല്ലാഹു നൽകി. നിന്നെ 10 മാസമായപ്പോൾ ഇവിടെ പ്രസവിച്ചതിന് ശേഷം 2 വർഷത്തേക്കുള്ള ഭക്ഷണം അതാ ഓൾറെഡി ഇവിടെ അല്ലാഹു നൽകുന്നു. അല്ലാഹു 2 വർഷത്തേക്കുള്ള പാലും തയ്യാറാക്കി തന്നു. പിന്നെ അല്ലാഹു ഏറ്റു, ഇന്നല്ലാഹ യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. അല്ലാഹു എല്ലാം നിങ്ങൾക്ക് തരുന്നു, എല്ലാം തരുക തന്നെ ചെയ്യും. ഇന്നല്ലാഹ അല്ലാഹു അതാ അവിടെ ശക്തിയാക്കി തന്നെ പറയുകയാണ്, തഅക്കീദ് ചെയ്ത് പറയുകയാണ്. ഇന്നല്ലാഹ യർസുഖു, തീർച്ചയായും അല്ലാഹു നിങ്ങളെ ഭക്ഷിപ്പിക്കും, നിങ്ങൾക്ക് വേണ്ട ഭക്ഷണം തരും. റിസ്ക് എന്നുള്ളതിന് അർത്ഥം മഹാന്മാര് കൊടുത്തത് ജീവിതത്തിൽ ആവശ്യമായ ഭക്ഷണങ്ങൾ, വസ്ത്രങ്ങൾ, അതിൻ്റെ ചെലവിന് ആവശ്യമായതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടുള്ള പദമാണ് റിസ്ക്. ആ റിസ്ക് അല്ലാഹ് ഏറ്റിട്ടുണ്ട്. അല്ലാഹു എല്ലാവർക്കും ഭക്ഷണം തരും. അപ്പോൾ അല്ലാഹുവിൻ്റെ മേൽ ഭരമേൽപ്പിച്ചാൽ ഒന്നും ഭയപ്പെടേണ്ടതില്ല. സുലൈമാൻ നബി അലൈഹിസ്സലാം ലോകം ഒട്ടാകെ ഭരിച്ച ചക്രവർത്തിയാണ്. മനുഷ്യരെ മാത്രല്ല, ജിന്നുകളെ മാത്രല്ല, എല്ലാ പറവകളെയും, എല്ലാ പക്ഷികളെയും, എല്ലാ മൃഗങ്ങളെയും, സർവ മത്സ്യങ്ങളെയും, കടലും കരയും എന്ന് മാത്രല്ല, ഇവിടെയുള്ള സർവ്വതിനെയും ഭരിച്ച എല്ലാ ജന്തുക്കളെയും എല്ലാ ജീവികളെയും ഭരിച്ച അതാ ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാം ഇവിടെ ഭക്ഷണം മുഴുവൻ ആളുകൾക്കും ജീവികൾക്കും നൽകാൻ ആഗ്രഹിച്ചുകൊണ്ട് ഒരു നേരത്തെ ഭക്ഷണം നൽകാൻ വേണ്ടി തയ്യാറാകുമ്പോൾ അതാ എല്ലാവിധ സൽക്കരിക്കാനുള്ള എല്ലാം, ഒരു നേരത്തെ ഭക്ഷണം ഒരു ജീവി ഏത് ഭക്ഷണമാണോ കഴിക്കുക അത് അവർ കൊടുക്കാൻ. മത്സ്യം കഴിക്കുന്ന ഭക്ഷണം മത്സ്യത്തിന്, മനുഷ്യൻ കഴിക്കുന്ന ഭക്ഷണം മനുഷ്യനുക്ക്, ഉറുമ്പിന് ഉറുമ്പിൻ്റെത്, ഉടുമ്പിന് ഉടുമ്പിൻ്റെത്, ആനയ്ക്ക് ആനയുടേത്, ഈച്ചയ്ക്ക് ഈച്ചയുടേത്, അങ്ങനെ തുടങ്ങി ഓരോ മൃഗത്തിനും, മനുഷ്യർക്കും, ജിന്നിനും, ശൈത്താനും എല്ലാത്തിനും എന്തൊക്കെ ഭക്ഷണമാണോ അവർ കഴിക്കുന്നത് ആ ഭക്ഷണം തയ്യാറ് ചെയ്തു. ഭക്ഷണം തയ്യാറ് ചെയ്തുകൊണ്ട് അതാ ബഹുമാനപ്പെട്ടവർ ഭക്ഷണതളികളിലേക്ക് എല്ലാവരെയും സൽക്കരിച്ച് എല്ലാവരും തിന്നുകഴിഞ്ഞു. ആരെയും കാണാനില്ല. എല്ലാം പൂർത്തീകരിച്ചു. ഇനി ഒന്നുമില്ല എന്ന് കരുതി നിൽക്കുന്ന സന്ദർഭത്തിൽ അതാ കടലിൽ നിന്നൊരു മത്സ്യം പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറയുന്നു, എനിക്കുള്ള ഭക്ഷണം എവിടെ? എനിക്കുള്ള ഭക്ഷണം എവിടെയാണ് നബിയെ, സുലൈമാൻ നബിയെ എന്ന് പറയുമ്പോ സുലൈമാൻ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് പറയുന്നു, റബ്ബേ, നീ കൊടുക്കുന്ന ഒരു നേരത്തെ ഭക്ഷണം തന്നെ ഈ ലോകം അടക്കി ഭരിക്കാൻ വേണ്ടി കരയും കടലും എല്ലാം അടങ്ങുന്ന മനുഷ്യരും ജിന്നുകളും പറവകളും ജീവികളെല്ലാം മുഴുവനെയും പടക്കാൻ, മുഴുവനെയും നീ പടച്ച എല്ലാത്തിനെയും ഇവിടെ എന്തുണ്ടോ അതിനെയെല്ലാം ആ കാലഘട്ടത്തിൽ ഭരിക്കാനുള്ള അധികാരം എനിക്ക് നൽകി. ആ ഭരണത്തിലുള്ള മുഴുവനെയും വിളിച്ചുകൊണ്ട് ഭക്ഷിപ്പിക്കാൻ വേണ്ടി ഒരു നേരത്തെ ഭക്ഷണം തന്നെ നോക്കുമ്പോൾ അത് തന്നെ എന്നെ കൊണ്ട് സാധ്യമല്ല റബ്ബേ.
അത് നിനക്കേ സാധിക്കൂ. അള്ളാഹു ഏറ്റിട്ടുണ്ട് നിങ്ങളുടെ റിസ്ക്, അള്ളാഹു ഏറ്റിട്ടുണ്ട് നിങ്ങൾക്കുള്ള ഭക്ഷണം. പിന്നെ എന്തിനാണ് മറ്റുള്ളവനോട് കുഴിന്ത് കാണിക്കുന്നത്, മറ്റുള്ളവനോട് അസൂയ കാണിക്കുന്നത്, മറ്റുള്ള നിലക്ക് അഹങ്കാരം കാണിക്കുന്നത്, ഉജുബ് കാണിക്കുന്നത്, റിയാ കാണിക്കുന്നത്? എല്ലാം മാറ്റിവെച്ച് നമ്മുടെ ഹൃദയം പാകപ്പെടുത്തി മുത്തുനബിയിലേക്ക് നൽകൂ. ഇഷ്കിനാൽ കൽബ് നിറക്കൂ. അള്ളാന്റെ ഹബീബിനെ കൽബിൽ കൊണ്ടു നടക്കൂ. ആ നൂറ് കൊണ്ട് നമ്മുടെ ഹൃദയം പ്രകാശിക്കും. പ്രകാശിക്കപ്പെടുന്ന ഹൃദയം, ആ നൂറ് കിടക്കുന്ന ഹൃദയം, അവിടെ ഒന്നും ഒരു പ്രശ്നവുമില്ല. ഓരോ നിലക്കുള്ള പ്രയാസവും അവനക്കുണ്ടാവൂല. അവന്റെ ജീവിതം അതോടെ സ്ഫുടമാകുകയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ഫാത്തിമിയ സ്വലാത്ത് വർദ്ധിപ്പിക്കാൻ വേണ്ടി പറഞ്ഞത്. അത് നിങ്ങൾക്ക് റിസ്ക് നൽകും. ആ ഫാത്തിമിയ സ്വലാത്ത് നിങ്ങളെ കൽബ് നന്നാക്കും. അതിൽ കിബ്റൂജുബ് ശഹവത്ത് റിയാ നിഫാഖൊന്നും ഉണ്ടാവൂല. നിങ്ങൾ നല്ലവരായി മാറും, നിങ്ങളെ നല്ലവരായി മാറ്റും. ആ സ്വലാത്ത് മുറുകെ പിടിക്കുക. സ്വലാത്ത് കൊണ്ട് സാധിക്കാത്തൊന്നുമില്ല. ആ സ്വലാത്ത് ഇവിടെ ധാരാളം ആളുകൾ ഒഴിഞ്ഞിരുന്നു തന്നെ ഒരു അരമണിക്കൂർ യാത്രയിൽ പല ആൾക്കാരും കയ്യിൽ കൗണ്ടർ വെച്ച് എത്രയോ ചെല്ലാറുണ്ട്. നീണ്ട യാത്ര ചെയ്യുന്നവരുണ്ട് നമ്മളെ കൂട്ടത്തിലുള്ളവർ. വെറുതെ ഒഴിഞ്ഞ സമയം എത്രയോ ഉണ്ട്. ആർദ്രവ രക്തത്തിന്റെ സന്ദർഭത്തിൽ വരെ, മാസത്തിൽ ഉള്ള ഹൈലുണ്ടാകുന്ന സമയത്ത് വരെ, മെൻസസ് ഉണ്ടാകുന്ന സമയത്ത് വരെ ചെല്ലാൻ പറ്റുന്നതാണല്ലോ സ്വലാത്ത്. എപ്പോഴും ചെല്ലാൻ പറ്റുന്ന അമലാണല്ലോ സ്വലാത്ത്. സ്വലാത്ത് കൊണ്ട് നീ നിന്റെ നാവിനെ ചലിപ്പിച്ചാൽ ഓരോ നിമിഷവും നിനക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എണ്ണി തീർക്കാൻ പറ്റാത്ത അത്രയും ഗുണങ്ങൾ എല്ലാ നിലക്കും അല്ലാഹു തരും. എല്ലാ ഭാഗത്തുനിന്നുള്ള ആളുകളും നിന്നെ അംഗീകരിക്കും. നിന്നെ എതിർത്തവരുടെ മനസ്സിലും നിന്നോട് ഭയമുണ്ടാകും. നിന്നെ ആരെ ആക്രമിക്കാൻ വന്നാലും സ്വലാത്തിലൂടെ നിനക്ക് രക്ഷ ഉണ്ടാകും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. സ്വലാത്തിലൂടെ നമ്മുടെ ജീവിതം ധന്യമാക്കിയാൽ നമ്മളിലേക്ക് കടന്നു വരുന്നത് അള്ളാന്റെ ഹബീബാണ്. ആ റസൂലിനെ മുത്തുനബിയെ വല്ലാതെ മനസ്സിൽ കൊണ്ട് നടക്കണം. എന്നാൽ റിസ്കിന് പ്രയാസപ്പെടുന്ന ആളുകൾ നമ്മളെ കൂട്ടത്തിലുണ്ടാകും. മുത്തുനബി തങ്ങൾ തുടർച്ചയായി 2 ദിവസം തുടരെ ഭക്ഷണം കഴിച്ചിട്ടില്ല. പട്ടിണിയിലാണ്. മറ്റുള്ളവർ ഒരു കല്ല് വെച്ച് കെട്ടുമ്പോൾ തങ്ങൾ വെക്കുന്നത് 2 കല്ലാണ്. അത്രയും ദിവസങ്ങൾ പട്ടിണിയാണ്. പട്ടിണി മാറ്റാൻ വേണ്ടി മോളുടെ വീട്ടിൽ പോകുമ്പോൾ, ഫാത്തിമ ബീവിയുടെ വീട്ടിൽ പോകുമ്പോൾ, ചെല്ലുമ്പോൾ കേൾക്കുന്നത് മക്കളുടെ കരച്ചിലാണ്. 3 ദിവസമായി മുത്തുനബി ഭക്ഷണം കഴിച്ചിട്ട് ഭക്ഷണമില്ലാതെ വിശന്നൊട്ടിയ വയറുമായി പോകുന്ന നബി കാണുന്നത് മകളുടെ വീട്ടിൽ 3 ദിവസത്തോളമായി പിഞ്ചു പൈതങ്ങളായ ഹസൻ റളിയല്ലാഹു അൻഹു, ഹുസൈൻ റളിയല്ലാഹു അൻഹു ഭക്ഷണം കഴിച്ചിട്ട്. ഇന്നൊക്കെ എത്രയോ ഭക്ഷണങ്ങൾ വേസ്റ്റാണ്. ധാരാളം ഒരു നേരം തന്നെ ഉണ്ടാക്കി. ഭക്ഷണം കാണുമ്പോൾ സ്വലാത്ത് ചൊല്ലൽ സുന്നത്താണ്. എന്താണ് കാരണം? മുത്തുനബിയെ ഓർക്കൽ നല്ലതാണ്. ഇതുപോലെയുള്ള ഭക്ഷണങ്ങൾ തങ്ങൾ കഴിച്ചിട്ടില്ലല്ലോ. നൈസ് പത്രി ഉമർ റളിയല്ലാഹു അൻഹു കണ്ടപ്പോ പൊട്ടിക്കരയാണ്. ഇങ്ങനത്തൊരു ഭക്ഷണം തങ്ങൾ കഴിച്ചിട്ടില്ലല്ലോ എന്നോർത്തുകൊണ്ട്
ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹന്റെ വീട് പട്ടിണിയിലായപ്പോൾ തങ്ങളതാ മക്കളുടെ അവരുടെ പട്ടിണി അകറ്റാൻ വേണ്ടി തോട്ടത്തിലേക്ക് പോയിക്കൊണ്ട് തോട്ട ഉടമയോട് പറയുന്നു, ഞാൻ നനയ്ക്കാം, തോട്ടം ഞാൻ നനയ്ക്കാം, അതിൻ്റെ കൂലി എനിക്ക് തരുമോ എന്ന് തങ്ങൾ ചോദിക്കുകയാണ്. ആരാണ് തങ്ങൾ? ലോകത്തിൻ്റെ നേതാവ്. ഒന്ന് ദുആ ചെയ്യുമ്പോഴേക്കും സുപ്രയുടെ ഇറങ്ങിയ ചരിത്രം മൂസാ നബി ബനു ഇസ്രായേൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അഷ്റഫുൽ ഖൽക്കിന് വേണ്ടിയാണ് ഇവിടെ സർവ്വതും പടച്ചത്. ആ തങ്ങൾ ഡയറക്റ്റ് അള്ളാഹുവിനോട് ചോദിക്കാതെ അവിടുന്ന് അതാ ഇറങ്ങുകയാണ് തോട്ടത്തിലേക്ക്. തോട്ട ഉടമാതാ തങ്ങളുടെ ആ വിഷം നൊട്ടിയ ശരീരവുമായി അവിടുന്ന് പണി ചോദിക്കുമ്പോൾ വെള്ളമൊഴിക്കാൻ വേണ്ടി അതാ അവിടുന്ന് പണി തേടുമ്പോൾ തോട്ടയുടെ മാതാ പണി കൊടുക്കുന്നു ഒരു ദിവസത്തിന് വേണ്ടി. അങ്ങനെ മുഴുവൻ തോട്ടങ്ങളും നനച്ചു. ആരാണ് നനക്കുന്നത്? ദിവസങ്ങളോളം പട്ടിണി കിടന്ന നബിയാണ്. തങ്ങൾ നനച്ച് ആ വൈകുന്നേരമായപ്പോഴേക്കും അതിൻ്റെ കൂലി മേടിച്ചുകൊണ്ട് എങ്ങോട്ടാണ് കൊണ്ടുപോയി കൊടുക്കുന്നത്? പട്ടിണി കിടക്കുന്ന മകൾക്കും അവരുടെ ആ മക്കളായ ഹസൻ റളിയല്ലാഹു അൻഹു, ഹുസൈൻ റളിയല്ലാഹു അൻഹു മഹാന്മാരുടെ പട്ടിണി അകറ്റാൻ വേണ്ടി തങ്ങൾ ഇറങ്ങിക്കൊണ്ട് അതാ പട്ടിണി മാറ്റുന്നു. തങ്ങളെ പട്ടിണിക്ക് വേണ്ടി വിഷം നൊട്ടിയ വയറുമായാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ അവിടുത്തെ വീട്ടിലേക്ക് ചെന്ന നബി കാണുന്നത് മകളുടെയും പേരമക്കളുടെയും പട്ടിണിയാണ്. ആ പട്ടിണി അതാ സഹിച്ചുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീട്ടിലേക്ക് വരുന്ന സന്ദർഭത്തിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ കാണുമ്പോ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഒരു വഴിയോരത്ത് തണുത്ത് വിറച്ചു നിൽക്കുന്ന സന്ദർഭത്തിൽ ആദ്യം സിദ്ദീഖ് തങ്ങൾ വരുന്നുണ്ട്. എല്ലാവരും വിശപ്പിലാണ്. ഉമർ റളിയല്ലാഹു അൻഹു വരുന്നുണ്ട്. അവർ രണ്ടാളും സലാം പറഞ്ഞു പോവുകയാണ്. അസ്സലാമു അലൈക്കും. എന്താണ് അബൂ ഹുറൈറ വർത്താനം? സലാം വീട്ടി. അൽഹംദുലില്ലാഹ് സുഖം എന്ന് പറഞ്ഞ് അവരെന്താളും യാത്ര തിരിക്കുമ്പോഴാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഴിയിലൂടെ നടന്നു വരുന്നു. ദിവസങ്ങൾ പട്ടിണിയിലാണ്, വിഷം നൊട്ടിയ വയറാണ്. അങ്ങനെ വിശപ്പ് സഹിച്ചുകൊണ്ട് ആര് തീർത്തു തരും? ഇനി എനിക്ക് സഹിക്കാൻ സാധ്യല്ലല്ലോ എന്ന് കരുതി വഴിയോരത്ത് നിൽക്കുന്ന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ മുത്തുനബി തങ്ങൾ കാണുമ്പോ എന്താണ് സലാം പറഞ്ഞുകൊണ്ട്, വിശപ്പുണ്ടോ? തങ്ങൾ മുഖത്ത് നോക്കി ചോദിക്കുകയാണ്, വിശപ്പുണ്ടോ? തങ്ങൾക്കും വിശപ്പുണ്ട്. വീട്ടിലേക്ക് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ കൈ പിടിച്ച് കൊണ്ടുപോകുമ്പോൾ ആയിഷ ബീവിയോട് ചോദിക്കുന്നു, എന്താണ് ഇവിടെയുള്ളത് ആയിഷ? ആയിഷ ബീവി പറയുന്നത്, ഇവിടെ ഒരു ഗ്ലാസ് പാലല്ലാതെ വേറൊന്നുമില്ല. ഒരു ഗ്ലാസ് പാലുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു സന്തോഷായി. ഒരു ഗ്ലാസ് പാലാണെങ്കിൽ നമ്മളെന്താ ചെയ്യുക? അത് നമുക്ക് മാറ്റി വെക്കുമ്പോഴൊന്നുമില്ല എന്ന് പറയും. ഒരു ഗ്ലാസ് അല്ല, ഒരു കപ്പ് പാലുണ്ടെങ്കിലും നമ്മൾ കൊടുക്കാൻ തയ്യാറാകുമോ? അതെന്നെ വിശപ്പിന്റെ കാഠിന്യത്തിലാണ് മുത്തുനബി തങ്ങൾ
വീട്ടിലേക്ക് കയറി വന്നുകൊണ്ട് ചോദിക്കുന്നത് വിശപ്പടക്കാൻ വേണ്ടി ആയിഷ ബീവി എടുത്തു വെച്ച പാലാണ്. ആ ഗ്ലാസിലെ പാല്, ആ പാലതാ അള്ളാന്റെ ഹബീബിലേക്ക് കൊടുക്കുമ്പോ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന് സന്തോഷാവുകയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വല്ലാതെ സന്തോഷിച്ചു. എനിക്കൊരു ഗ്ലാസ് പാല് ദാഹം തീർക്കാൻ കിട്ടുമല്ലോ. മുത്തുനബി തങ്ങൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിക്കുകയാണ്. സുഫന്റെ അഹ്ലുകാരായ ഇൽമു നുകരാൻ വേണ്ടി 24 മണിക്കൂറും മദീനന്റെ ആ പള്ളിയിൽ ഇരുന്നു കൊണ്ട് ഒരു കൂട്ടം സ്വഹാബത്ത് മുതഅല്ലിമീങ്ങൾ ആ പള്ളിയിലുണ്ട്. വിശന്നൊട്ടിയ വയറുമായി ദിവസങ്ങളായി ഭക്ഷണമില്ലാതെ, ചെലവില്ലാതെ, ചെലവ് കൊടുക്കാൻ പറ്റിയ വീടില്ലാതെ എല്ലാവരും പട്ടിണി സഹിച്ച് അങ്ങനെ വളർത്തിയ ദീനാണ്. ഈ ദീനിനു വേണ്ടി അങ്ങനെയാണ് മുത്തുനബി ഓടിയത്. ആ ഓട്ടത്തിലൂടെ ദുന്യാവ് അവർക്കില്ല. ദുന്യാവുമായി ഒരു ചിന്തയും അവരെ മനസ്സിലില്ല. അള്ളാന്റെ ദീൻ നടക്കാൻ വേണ്ടിയാണ് ഇവിടെ ദുന്യാവ്. അല്ലാതെ സ്വന്തമായിട്ട് ആഡംബരത്തിനോ അതിനു വേണ്ടിയൊന്നുമല്ല. തങ്ങൾക്ക് വാഹനം ഉണ്ടായിട്ടുണ്ട്, അടിമകൾ ഉണ്ടായിട്ടുണ്ട്, തങ്ങൾ അങ്ങനെ യാത്രകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വാഹനം ആവശ്യമാണ്. ജീവിതത്തിൽ മറ്റുള്ള നല്ല വീടുകൾ ആവശ്യമാണ്. എല്ലാം ആവശ്യത്തിന് അതെല്ലാം ദീൻ വളർത്താൻ എന്നുള്ള ചിന്താഗതിയിലായിരിക്കണം. അതാ മദീനത്തെ മുതഅല്ലിമീങ്ങളായ അഹ്ലു സുഫന്റെ ആളുകൾ അതാ പട്ടിണി മാറ്റാൻ വേണ്ടി അവരെ വിളിക്കാൻ അബൂ ഹുറൈറ തങ്ങളെ ഏൽപ്പിച്ചപ്പോൾ അബൂ ഹുറൈറ തങ്ങൾക്കൊരു വേജാറ്. ഒരു ഗ്ലാസ് പാലുണ്ട്, ഒരുപാട് മുതഅല്ലിമീങ്ങളുണ്ട്, എങ്ങനെ തികയും ഒരു ഗ്ലാസ് പാല്? ومن اليسير سقى وأطعم جيشه حتى اكتفوا ويسيره لم ينفذي يا رب صل على النبي محمد منجي الخلائق من جهنم في غدي. ഒറ്റ ഗ്ലാസ് പാലാണുള്ളത്. ഈ പാല് മുതഅല്ലിമീങ്ങൾക്കെല്ലാം വിതരണം ചെയ്താൽ ഒരാളുടെയും വിശപ്പടങ്ങൂല, ദാഹം തീരൂല. ഇതുകൊണ്ട് എന്താണ് മുത്തുനബി കാട്ടുന്നത് എന്ന് മനസ്സിലാകാതെ അഹ്ലു സുഫന്റെ ആളുകളെ വിളിക്കാനും പറഞ്ഞയച്ചല്ലോ. എനിക്കെന്നെ വിശന്നു വയ്യ, ഒറ്റ ക്ലാസ് എനിക്ക് തന്നെ പോരാ എന്ന് ചിന്തിച്ചുകൊണ്ട് മുത്തുനബി പറഞ്ഞതല്ലേ, അതാ മദീനത്തെ പള്ളിയിലേക്ക് പോയിക്കൊണ്ട് മസ്ജിദുൻ നബവിയിൽ നിന്ന് ഓതിക്കൊണ്ടിരിക്കുന്ന മുതഅല്ലിമീങ്ങളെ വിളിച്ചുകൊണ്ട് അതാ മസ്ജിദുൻ നബവിയിൽ നിന്ന് മുത്തുനബിന്റെ വീട്ടിലേക്ക് വന്നുകൊണ്ട് അഹ്ലു സുഫന്റെ ആളുകളെല്ലാം വിശന്നൊട്ടിയ വയറുമായി നിൽക്കുമ്പോ ആ കിട്ടിയ പാല്, കിട്ടിയ താമസം കുടിച്ചു തീരാൻ ഒരു നിമിഷവും വേണ്ട, അത്രയും ദാഹിച്ച് വിശന്ന് നിൽക്കുന്ന ആ സ്വഹാബത്തിലേക്ക് മുത്തുനബി തങ്ങൾ ആ പാലതാ ഓരോരുത്തർക്കുമായി വീതിച്ചു കൊടുക്കുന്നു. അബൂ ഹുറൈറ തങ്ങളെയാണ് ഏൽപ്പിക്കുന്നത്. അപ്പൊ എന്തായാലും അബൂ ഹുറൈറ തങ്ങൾക്ക് ആദ്യം കിട്ടൂല എന്ന് ഉറപ്പായി. ഇതെന്തായാലും എനിക്കുണ്ടാവൂല, മറ്റുള്ളവർ കുടിച്ചതിന്റെ ബാക്കിയല്ലേ എന്ന് ചിന്തിച്ചു പോയി. എന്തായാലും എനിക്ക് കിട്ടൂല എന്ന് ഞാൻ ഉറപ്പിച്ചു. തങ്ങളതാ വീതിച്ചു കൊടുക്കാൻ വേണ്ടി കുറച്ച് ഒഴിച്ചൊഴിച്ച് എല്ലാവരിലേക്ക് എത്തിച്ചു. വയറ് നിറഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ അവർ വയറ് നിറയോളം തങ്ങളതാ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി അബൂ ഹുറൈറ തങ്ങളോട് ആവശ്യപ്പെടുകയാണ്. വയറ് നിറയാല്ല, ഇനി വയറ് നിറയോളം ഒഴിച്ചാലോ തീരുണ്ടാവൂല. ആകെ ഭയന്ന് നിൽക്കുക, അതിൻ്റെ വിശപ്പടങ്ങൂ. മുത്തുനബി തങ്ങൾ വയറ് നിറയോളം
ആ സുഫന്റെ അഹലുകാർക്ക് അഹ്ലുസുഫക്ക് വയറ് നിറച്ച് പാല് കൊടുത്ത് വിശപ്പടക്കി ദാഹമടക്കി. എന്നിട്ട് അബൂ ഹുറൈറ തങ്ങളെ നോക്കിക്കൊണ്ട് പറയുന്നു, കുടിക്കൂ അബൂ ഹുറൈറ. അബൂ ഹുറൈറ തങ്ങൾ കുടിച്ചു. കിട്ടുമെന്ന് ഭയന്ന, ഒരു ഗ്ലാസ് പാല് കിട്ടുമെന്ന് ഭയന്ന അബൂ ഹുറൈറ തങ്ങൾ ഒരു ഗ്ലാസ് പാലാണ്ട് കുടിക്കുകയാണ്. പിന്നീട് പറയുന്നു, വീണ്ടും കുടിക്കൂ. വീണ്ടും ഒഴിച്ചു കൊടുത്തുകൊണ്ട് കുടിപ്പിക്കുന്നു. അബൂ ഹുറൈറ തങ്ങൾ അതാ വീണ്ടും കുടിക്കുന്നു. വീണ്ടും അതാ മുത്തുനബി തങ്ങൾ വീണ്ടും ഒഴിച്ചിങ്ങനെ കുടിപ്പിക്കുമ്പോൾ അബൂ ഹുറൈറ തങ്ങൾ അവസാനം പറഞ്ഞു, നബിയേ, ഇനി കുടിക്കാനുള്ള സ്ഥലം വയറ്റിലില്ല. എൻ്റെ വയറ് നിറഞ്ഞുപോയി, എൻ്റെ ദാഹം തീർന്നു, എൻ്റെ വിശപ്പടങ്ങി, ഇനി വയറ്റിൽ സ്ഥലമില്ല. അത്രമാത്രം പാല് കുടിച്ച് വയറ് നിറഞ്ഞു. അബൂ ഹുറൈറ തങ്ങൾ പറയുന്നു, ഈ ഒരു ഗ്ലാസ് പാല് എങ്ങനെ ഇത്രയും ആളുകൾക്ക് തങ്ങൾ കുടിപ്പിക്കുമെന്ന് ഭയപ്പെട്ടുപോയി. പക്ഷേ എല്ലാവരും കുടിച്ചതിന് ശേഷം തങ്ങൾ കുടിച്ചു, തങ്ങൾ അഹലുകാര് കുടിച്ചു. എന്നിട്ടും ആ ഒരു ഗ്ലാസ് പാൽ അവിടെ ബാക്കിയാണ്. ആ ഒരു ഗ്ലാസ് പാൽ അവിടെ ബാക്കിയാണ്. എന്ത് സംഭവിച്ചു? വമിനൽ യസീരി സഖാ വഅത്അമ ജൈശഹു. വളരെ കുറഞ്ഞതിൽ നിന്ന് അള്ളാന്റെ ഹബീബ് സഖാ അവരെ കുടിപ്പിച്ചു, വഅത്അമ അവരെ ഭക്ഷിപ്പിച്ചു, ജൈശഹു അവിടുത്തെ മുഴുവൻ സൈന്യങ്ങളെയും മുഴുവൻ സ്വഹാബത്തിനെയും മുഴുവൻ സുഫന്റെ അഹലുകാരെയൊക്കെ ഭക്ഷിപ്പിച്ചു. എന്നിട്ടും ബാക്കിയാണ്. അങ്ങനെ അവർക്ക് മതിയായിപ്പോയി, വിശപ്പ് ഇല്ലാതെയായി, ഇനി കുടിക്കാൻ സാധിക്കൂല, അത്രമാത്രം നിറഞ്ഞുപോയി. കുറഞ്ഞതിൽ നിന്ന് തങ്ങൾ അതാ ആ സ്വഹാബത്തിനെ കുടിപ്പിക്കുകയാണ്. ഖന്തക്കിന്റെ രണാങ്കളം ഒരുക്കാൻ വേണ്ടി സ്വഹാബത്തും മുത്തുനബിയും തയ്യാറായി. കളക്കാനും പിടിക്കാനും വേണ്ടി തയ്യാറാകുമ്പോൾ ശത്രുക്കളെ ഒതുക്കാൻ വേണ്ടി ഒരു കിടങ്ങ് കീറണമെന്ന് സൽമാനുൽ ഫാരിസി തങ്ങൾ അതാ അഭിപ്രായപ്പെടുമ്പോൾ അഭിപ്രായം മാനിച്ചുകൊണ്ട് വലിയൊരു കിടങ്ങുണ്ടാക്കുകയാണ്. വലിയ കിടങ്ങുണ്ടാക്കി സ്വഹാബത്ത് മൊത്തം അവിടെ പണി ചെയ്യുകയാണ്. എല്ലാവരുടെയും വയറ്റകത്ത് കല്ല് വെച്ച് കെട്ടിയിട്ടുണ്ട്. ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ വയറ്റിലുണ്ട്. പൊട്ടാത്ത കല്ല് പൊട്ടിക്കാൻ വേണ്ടി അതിശക്തരായ സ്വഹാബത്ത് ആയുധമെടുത്ത് ഇറങ്ങി അതിമേക്ക് കൊത്തുമ്പോൾ ആ പാറ ഒരു നിലക്കും പൊട്ടുന്നില്ല. സ്വഹാബത്ത് വേർത്തൊലിക്കുന്നു, അല്ലാതെ പാറക്കൊരു കേടും സംഭവിക്കാതെ പൊട്ടാതെ നിൽക്കുന്നു. അവസാനം എല്ലാവരും മുത്തുനബി തങ്ങളോട് പരാതി പറഞ്ഞു. തങ്ങളതാ ആയുധം മേടിച്ച് ഒരു വെട്ടന്ത് വെട്ടുമ്പോൾ ആ പൊട്ടാത്ത പാറ പൊട്ടിപ്പോകുന്നു. അതാണ് തങ്ങളുടെ ആരോഗ്യം. അത്രമാത്രം വലിയ ആരോഗ്യമുണ്ട്. എത്രയോ ആളുകൾ ഒരുമിച്ച് കൂടിയാലും തങ്ങളെ മലപ്പിടുത്തം പിടിച്ചാലും തങ്ങളെ തോൽപ്പിക്കാൻ സാധിക്കൂല. അങ്ങനെ വിഷം തൊട്ടിയ വയറുമായി ജാബിർ റളിയല്ലാഹു അൻഹു മുത്തുനബിന്റെ അരികിലെത്തുമ്പോൾ ഒറ്റക്കല്ല് വെച്ച് കെട്ടിയ ജാബിർ തങ്ങൾ കാണുന്നത് മുത്തുനബിന്റെ ജുബ്ബണ്ട് മാറിയപ്പോൾ, വസ്ത്രം മാറിയപ്പോൾ കാണുന്നത് 2 കല്ല് വെച്ചിട്ടാണ് വയറകത്ത് കെട്ടിയിരിക്കുന്നത്. 2 കല്ലാണ്. നമ്മളെന്നെ ഭക്ഷണം കഴിച്ച ദിവസങ്ങളായി തങ്ങളെന്നോ ഭക്ഷണം കഴിച്ചതാണ്.
അങ്ങനെ ജാബിർ റളിയല്ലാഹു അൻഹു നേരെ വീട്ടിലേക്ക് ഓടി. അവിടെ എന്തുണ്ട് ഇവിടെ എടുക്കാനെന്ന് ഭാര്യയോട് ചോദിക്കുമ്പോ ഒരു ആട്ടുംകുട്ടി നിൽക്കുന്നുണ്ട്, കുറഞ്ഞ ഗോതമ്പുമുണ്ട്. ആ കുറഞ്ഞ ഗോതമ്പ് കൊണ്ട് റൊട്ടിയുണ്ടാക്കിയാൽ ആ ചെറിയ ആടിനെ അറുത്താൽ തങ്ങൾക്കും കുറഞ്ഞ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അലി റളിയല്ലാഹു അൻഹു തുടങ്ങി കാര്യപ്പെട്ട സ്വഹാബത്തിനു മാത്രമേ ഉള്ളൂ, കുറഞ്ഞ ആളുകൾക്കുള്ളത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അതല്ലാതെ വേറൊന്നുമില്ല. നേരെ ഭക്ഷണം ശരിപ്പെടുത്താൻ വേണ്ടി ആടിനെ അറുക്കുന്നു. ഈ ആടിനെ അറുത്തുകൊണ്ടിരിക്കുന്നത് ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ 2 മക്കൾ കണ്ടു നിൽക്കുകയാണ്. ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ 2 മക്കള് ആടിനെ അറുക്കുന്നത് കണ്ടു നിൽക്കുന്നു. അങ്ങനെ ആടിനെ അറുത്ത് സൈസാക്കിക്കൊണ്ട് പാചകം ചെയ്യാൻ വേണ്ടി അടുപ്പത്തേക്ക് വെക്കുകയാണ്. പാചകത്തിന് വേണ്ടി അടുപ്പത്തേക്ക് വെച്ചു. അതാ റൊട്ടി ചുട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മുത്തുനബിയിലേക്ക് അതാ ക്ഷണിക്കാൻ വേണ്ടി ഭാര്യ അതാ ജാബിർ റളിയല്ലാഹു അൻഹുവിനെ അയക്കുമ്പോൾ ജാബിർ റളിയല്ലാഹു അൻഹു സ്വകാര്യത്തിൽ വന്നുകൊണ്ട് മുത്തുനബിയോട് പറയുന്നു, നബിയേ, ഒരു കുറഞ്ഞ റൊട്ടിയുണ്ട്, കുറഞ്ഞ ഗോതമ്പ് കൊണ്ടുണ്ടാക്കിയ കുറഞ്ഞ റൊട്ടികളാണുള്ളത്. അതുമാത്രല്ല, ചെറിയ ഒരു ആടുണ്ടായിരുന്നു, അതിനെയാണ് കട്ട് ചെയ്ത് കറിയാക്കുന്നത്. വേറെ ഒന്നുകൂടെ ഇല്ല നബിയേ. തങ്ങൾക്കും 1, 2, 3 ആൾക്കും കടിക്കാനുള്ളത് മാത്രമാണുള്ളതെന്ന് പറയുമ്പോൾ തങ്ങളതാ മുഴുവൻ സ്വഹാബത്തിനെയും ക്ഷണിച്ചുകൊണ്ട് പറയുന്നു, നിങ്ങൾക്കെല്ലാവർക്കുള്ള ഭക്ഷണം ജാബിർ ശരിയാക്കിയിട്ടുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും ഭക്ഷണം ജാബിറിന്റെ വീട്ടിലാണ്. വിശന്നൊട്ടിയ സ്വഹാബത്തൊക്കെ സന്തോഷിച്ച് ജാബിർ റളിയല്ലാഹു അൻഹു വീട്ടിൽ ഭക്ഷണം ഒരുങ്ങിയാലോ, വിശപ്പടക്കാലോ എന്നുള്ള സമാധാനത്തിൽ നിൽക്കുമ്പോൾ ജാബിർ റളിയല്ലാഹു അൻഹു ആകെ ബേജാറായി. മുത്തുനബിയോട് പറഞ്ഞു, നബിയെ, കുറഞ്ഞ ഭക്ഷണമുള്ളൂ. ജാബിർ റളിയല്ലാഹു അൻഹുവോട് പറയുന്നു, ഞാൻ വരാതെ അടുപ്പിന്ന് ഭക്ഷണം ഇറക്കണ്ട. ഭക്ഷണം ഇറക്കണമെങ്കിൽ ഞാൻ വന്നാൽ മാത്രം ഭക്ഷണം ഇറക്കിയാൽ മതി. ജാബിർ റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് ഓടുകയാണ്. വലിയ സ്വഹാബത്തിന്റെ നിരയുമായിട്ടാണ് മുത്തുനബി തങ്ങൾ വീട്ടിലേക്ക് കടന്നു വരുന്നതെന്ന് ഭാര്യയെ അറിയിക്കാൻ വേണ്ടി ഓടുന്നു. നബിയെ ക്ഷണിച്ചപ്പോൾ നബിയും കുറഞ്ഞ സ്വഹാബത്തും മതി എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരെയും കൂട്ടിക്കൊടുന്ന് വീട്ടിലേക്ക് കയറ്റും കൊണ്ടുവരുന്നുണ്ടെന്ന് പറയുന്നു. വീട്ടിലേക്ക് കയറുമ്പോൾ പേടി തന്നെയല്ലേ, എത്ര ആൾക്കാർ വന്നിട്ട് എത്ര ഭക്ഷണം, കുറഞ്ഞ ആൾക്കുള്ള ഭക്ഷണമുള്ളൂ. അതാ ജാബിർ റളിയല്ലാഹു അൻഹു മുത്തുനബി തങ്ങളിൽ നിന്ന് ഓടി വന്നുകൊണ്ട് ഭാര്യയോട് പറയുമ്പോ ഭാര്യ പറയുന്നു, നബി പറഞ്ഞതാണോ, പേടിക്കണ്ട. നബി തങ്ങൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പോൽ പറയുന്നു, ഭക്ഷണം തങ്ങൾ വരാതെ ഇറക്കേണ്ട, തങ്ങൾ വന്നിട്ട് ഇറക്കിയാൽ മതി. അങ്ങനെ അതാ ഭക്ഷണം അവിടെ ആ അടുപ്പത്ത് തന്നെ വെക്കുന്നു. തങ്ങളും സ്വഹാബത്തും വരുന്നു. തങ്ങളതാ ഭക്ഷണം വിളമ്പിക്കൊടുക്കുന്നു. എല്ലാവർക്കും വിളമ്പിക്കൊടുത്തു. എല്ലാ സ്വഹാബത്തിൻ്റെയും വയറ് നിറഞ്ഞോ, വയറ് നിറച്ച് മാംസം കഴിച്ചു, റൊട്ടി കഴിച്ചു, വിശപ്പ് പരിപൂർണമായും മടങ്ങി.
അങ്ങനെ കണ്ടപ്പോഴാണ് തങ്ങൾ ഭക്ഷണം കഴിക്കാൻ ഒരുങ്ങുന്നത്. 2 കല്ല് വെച്ച് കെട്ടിയ തങ്ങളാണ്. അവരെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ വിശപ്പുള്ളത് തങ്ങൾക്കാണ്. എന്നിട്ടും ആ വിശപ്പടക്കിക്കൊണ്ട്, മറ്റുള്ളവരുടെ വിശപ്പടങ്ങിക്കൊണ്ട് അതാ തങ്ങൾ ഏറ്റവും അവസാനം ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ കുടുംബത്തോട് പറയുന്നു, നിങ്ങളും കൂടെ ഇരിക്കൂ. ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ കുടുംബത്തിൽ ആരെങ്കിലും കൂടെ ഇരിക്കൽ സുന്നത്തുണ്ട്. വിളമ്പിക്കൊടുക്കാൻ ആളുകൾ നിൽക്കുന്ന കൂട്ടത്തിലിരിക്കൽ സുന്നത്തുണ്ട്. അപ്പോൾ മുത്തുനബി തങ്ങൾ അതാ എല്ലാവരെയും സുപ്രയിലേക്ക് ക്ഷണിക്കുമ്പോൾ ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ 2 കുട്ടികളെ കാണുന്നില്ല. എല്ലാം മറച്ചു വെച്ച് ജാബിർ റളിയല്ലാഹു അൻഹു അതാ ഒരു റൂമിന്റെ ഉള്ളിൽ ആടിനെ അറുക്കും പോലെ 2 ആളും അങ്ങോട്ടും ഇങ്ങോട്ടും കത്തിവെച്ച് അവരുടെ ചങ്കറുത്തു മാറ്റി, അവരുടെ ശിരസ് മാറ്റി. അവരതാ മരിച്ചു കിടക്കുകയാണ്. ഈ സങ്കടം സഹിക്കാൻ കഴിയാതെ തങ്ങളോട് കഴിക്കാൻ പറയുമ്പോഴും ജാബിറേ എന്തു പറ്റി, മക്കളെവിടെ? തങ്ങൾ ആവർത്തിച്ച് ചോദിക്കുമ്പോ പറയല്ലാതെ ജാബിർ റളിയല്ലാഹു അൻഹുവിന് നിർവാഹമല്ല. എന്താണ് ജാബിറേ? അതാ കണ്ണിൽ നിന്ന് കണ്ണുനീരൊലിക്കുന്ന ജാബിർ റളിയല്ലാഹു അൻഹുവിനോട് മുത്തുനബി പറയുകയാണ്, എന്ത് സംഭവിച്ചു ജാബിറേ എന്ന് പറയുമ്പോ ജാബിർ റളിയല്ലാഹു അൻഹു തങ്ങളോട് പറയുന്നു, നബിയേ, തങ്ങൾക്ക് ഭക്ഷണം ഒരുക്കാൻ വേണ്ടി ഞാൻ പാചകം ഭക്ഷണം ഒരുക്കാൻ വേണ്ടി അതാ ആടിനെ വെട്ടുമ്പോ, ആടിനെ അറുക്കുമ്പോ അത് കണ്ടുകൊണ്ട് അതാ ആ 2 പൈതങ്ങൾ പരസ്പരം അതുപോലെ ചെയ്തതാണ് നബിയെ, ഞങ്ങളെ ശ്രദ്ധയിൽപ്പെട്ടില്ല. അവരതാ അർക്കപ്പെട്ടവരായി ആ റൂമിലുണ്ട് നബിയെ എന്ന് സങ്കടപ്പെട്ട് ജാബിർ റളിയല്ലാഹു അൻഹു പറയുകയാണ്. പറയേണ്ട താമസം സുപ്രന്റെ അരികിലിൽ നിന്ന് തങ്ങളതാ റൂമിലേക്ക് കടന്നുകൊണ്ട് പറയുന്നു, മക്കളെ എഴുന്നേറ്റ് വാ, നമുക്ക് ഭക്ഷണം കഴിക്കാം. എഴുന്നേറ്റ് വാ മക്കളെ, നമുക്ക് ഭക്ഷണം കഴിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് സുപ്രയിലേക്ക് തങ്ങളതാ ആ മൂത്തായി കിടക്കുന്ന മക്കളെ ക്ഷണിക്കുകയാണ്. അതാണ് തങ്ങള്. മരിച്ചവരെ ജീവിപ്പിച്ചോ ജീവിപ്പിച്ചില്ലേ എന്ന് വലിയ സംഘർഷം ഒരു മുസ്ലിമും കാഫിറും കൂടി നടത്തുമ്പോൾ ഒരു മുസ്ലിമായ വ്യക്തിയും ഒരു ക്രിസ്ത്യാനിയായ നസ്രാനിയായ വ്യക്തിയും ഒരു കാഫിറായ വ്യക്തിയും നടത്തിയപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ നബിയാണ് സ്ഥാനം കൂടുതൽ, നിങ്ങൾ നബിക്കല്ല. കാരണം എന്താണ്? ഞങ്ങളെ നബി മരിച്ചവരെ ഹയാത്താക്കുന്ന നബിയാണ്, നിങ്ങൾ നബി മരിച്ചവരെ ഹയാത്താക്കിയിട്ടില്ല എന്ന് തർക്കം കൂടുന്ന സ്ഥലത്തേക്ക് മുഹയ്യദ്ദീൻ ശൈഖ് എത്തിയപ്പോൾ പറഞ്ഞു, ഞാൻ മുത്തുനബിന്റെ ഉമ്മത്തിൽപ്പെട്ട പാവപ്പെട്ടവനാണ്, ആ ഉമ്മത്തിൽപ്പെട്ടവനാണ്, നബിയല്ല, ആ ഉമ്മത്തിൽപ്പെട്ട ഒരാളാണ്. എനിക്ക് തന്നെ ഏത് നുരുമ്പിച്ച മയ്യത്ത് ഏറ്റവും പയക്കം ചെന്നത് നിങ്ങൾ കാണിച്ചു തന്നാലും അതിനെ ഞാൻ ഇവിടെ ഹയാത്താക്കും. കുമ്പ് ഇതിനില്ല എന്ന് പറഞ്ഞാൽ അത് എഴുന്നേറ്റ് നിൽക്കും. ആ കഴിവ് എനിക്ക് വരെയുണ്ട്. ഞാൻ അങ്ങനെ ഹയാത്താക്കിയാൽ നീ ഈ ദീനിൽ വരുമോ? എന്നിട്ടല്ലേ ഞങ്ങളെ നബിക്കിന്റെ സ്ഥാനം എത്രയോ വലുതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അയാളെ വിളിച്ച് ഏത് കബറും കാണിച്ചു കൊടുക്കാൻ വേണ്ടി അയാള് പൊട്ടീസാക്കാച്ചിട്ട് അങ്ങനെ ചില ആൾക്കാരുണ്ടല്ലോ പറച്ച്, അതല്ല, ഖബറിന്റെ അരികിലേക്ക് വിളിച്ചു കൊണ്ടുപോയപ്പോൾ മുഹയ്യദ്ദീൻ ശൈഖ് ഖും എന്ന് പറയുമ്പോൾ ആ കബറാളി എഴുന്നേൽക്കുകയാണ്. അപ്പോൾ മുത്തുനബി തങ്ങൾ ജീവിപ്പിച്ചവരെ മരിച്ചവരെ ജീവിപ്പിക്കുക തന്നെ ചെയ്തിട്ടുണ്ട്. ജീവിപ്പിച്ചിട്ട് ധാരാളം ചരിത്രങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒരു ചരിത്രമാണ് ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ
ആ കുട്ടികളതാ മുത്തുനബി ഹയാത്താക്കുകയാണ്. നബി തങ്ങളുടെ ജീവിതത്തിലേക്ക് അടക്കുകയാണെങ്കിൽ അവിടുത്തെ ജീവിതം മൊത്തം പറഞ്ഞാൽ അവസാനിപ്പിക്കാൻ സാധ്യല്ല. എവിടെ പടക്കപ്പെട്ട എല്ലാവരും കൂടി പറയാൻ തുടങ്ങിയാലും ഇവിടെയുള്ള മുഴുവൻ മരങ്ങളും പേനകളായാലും ഇവിടെയുള്ള മുഴുവൻ വെള്ളങ്ങളും ജലങ്ങൾ എല്ലാം മഷിയായാലും ആ ചരിത്രം എഴുതി തീർക്കാൻ സാധ്യമല്ല. എല്ലാവർക്കും മാതൃകയാക്കാൻ പറ്റിയ ഒരേ ഒരു നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ്. തങ്ങളെ മുറുകെ പിടിച്ച് നമ്മൾ ജീവിതം തങ്ങൾക്ക് വേണ്ടിയാണ്, ഞമ്മക്ക് വേണ്ടി ആകരുത്. അത്രയും പ്രിയപ്പെട്ടവർ നമ്മളെക്കാളും നമുക്ക് വേണ്ടപ്പെട്ടത് തങ്ങളാകണം. തങ്ങളായാൽ തങ്ങൾ പറഞ്ഞതിൻ്റെ അപ്പുറത്തേക്കൊന്നും ചെയ്യൂല. നമുക്ക് ഒരാളോട് ഇഷ്ടമുണ്ടെങ്കിൽ അയാളങ്ങൾ അങ്ങോട്ട് പോകരുത് എന്ന് പറയുമ്പോൾ നമ്മൾ പോവോ? ഇല്ല. അയാളത് ചെയ്യരുത് എന്ന് പറയാൻ നമ്മൾ ചെയ്യോ? ഇല്ല. എന്നാൽ നമുക്ക് ഏറ്റവും പെട്ടപ്പെട്ടത് തങ്ങളായി കഴിഞ്ഞാൽ തങ്ങൾ പറയാത്ത നമ്മൾ ചെയ്യൂല, തങ്ങൾ പറഞ്ഞതിലൂടെ ചലിക്കും. അതുകൊണ്ട് ആ മാതൃക നമ്മളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണമെന്ന് വിനീതപൂർവം ഉണർത്തിക്കൊണ്ട് സുദീർഘമായി എന്ന് മനസ്സിലാക്കി ഞാൻ അവസാനിപ്പിക്കുകയാണ്. കുറഞ്ഞ സ്വലാത്തും ദിക്റും ചൊല്ലി നമുക്ക് ദ്വാരക്കാം. അൽ ഫാത്തിഹ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلك من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. രോഗശമനത്തിനും ഹലാലായ മുറാദുകൾ ഹാസിലാകുന്നതിനു വേണ്ടി ദുആ ചെയ്യുക. ആയിഷ എന്ന സഹോദരിക്ക് ശരീരം വേദന, തലവേദന, ഹൃദയം, കരൾ, കിഡ്നി രോഗങ്ങളും എല്ല് രോഗങ്ങളും വയറ്റിലെ മുഴ മാറാനും ക്യാൻസർ മാറാനും ദുആ ചെയ്യുക. ഒരു സഹോദരി ഷുഗർ നോർമലാവാനും കാലിലെ പുണ്ണ് മാറാനും ദുആ ചെയ്യുക. അബ്ദുൽ മനാഫ് കുഴിയിൽ വീഴുന്ന സഹോദരൻ ശാരീരിക സുഖത്തിനു വേണ്ടി ദുആ ചെയ്യുക. ജസീന കുമ്മിൽ എന്ന സഹോദരി സ്വന്തമായി വീട് ഉണ്ടാവാൻ വേണ്ടി ദുആ ചെയ്യുക. അഫ്സൽ അൽഫി എന്ന സഹോദരി ഒരു വീട് വയ്ക്കാൻ വേണ്ടി ദുആ ചെയ്യുക. എല്ലാവരെയും ഹലാലായ മുറാദുൽ ഹാസിലാകാൻ വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. കുറഞ്ഞ ഇസ്തിഗ്ഫാർ, കുറഞ്ഞ തഹ്ലീൽ, കുറഞ്ഞ സ്വലാത്തും ചൊല്ലി നമുക്ക് ദ്വാരക്കാം. ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ. അസ്തഗ്ഫിറുല്ലാഹൽ അളീം അസ്തഗ്ഫിറുല്ലാഹൽ അളീം അസ്തഗ്ഫിറുല്ലാഹൽ അളീം അസ്തഗ്ഫിറുല്ലാഹൽ അളീം അസ്തഗ്ഫിറുല്ലാഹൽ അളീം അസ്തഗ്ഫിറുല്ലാഹൽ അളീം അസ്തഗ്ഫിറുല്ലാഹൽ അളീം. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്
لا إله إلا الله 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 اللهم صل على النور وأهله 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 الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا اللهم صل وسلم وبارك على رسولك وحبيبك وصفيك سيدنا محمد وعلى آل وأصحاب وأتباع سيدنا ومولانا وصفيعنا محمد أرحم الراحماയ അൽ-മലിക്കുൽ ജബ്ബറായ അല്ലാഹ് ഞങ്ങളെ ദുആഇനെ നീ ഖബൂലാക്കണേ അല്ലാഹ് മുത്തുനബിയിലും സർവ്വ മഹാത്മാക്കളിലും ഞങ്ങൾ ചൊല്ലിയതിൻ്റെ മുഴുവൻ സവാബും നീ എത്തിക്കണേ അല്ലാഹ് അവരെ ദറജകൾ ഉയർത്തി അവരെ പൊരുത്തങ്ങൾ ഇരുവീട്ടിലും നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ് റബ്ബേ അല്ലാഹ് എല്ലാവരിൽ നിന്നും മരണപ്പെട്ടു പോയ ഈ കൂട്ടത്തിൽപ്പെട്ട ബന്ധത്തിൽപ്പെട്ട ആര് ഏത് നിലക്ക് റബ്ബേ മരണപ്പെട്ടു പോയവരുണ്ടോ ഏത് ഖബറിലുണ്ടോ എല്ലാവരിലും എത്തിച്ച് ഖബർ സ്വർഗ്ഗാക്കണേ അല്ലാഹ് പെട്ടെന്നുള്ള മരണം ഞങ്ങളിൽ ആരിലും വിധിക്കല്ല അല്ലാഹ് ദീർഘായുസ് ആഫിയത്തോടെ നിന്റെ ത്വഅത്തിലായി ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ് പല സ്ഥലങ്ങളിലും വെള്ളം ഉയർന്ന് ജലപ്രളയത്തിൽപ്പെട്ട നാടുകളുണ്ട് അല്ലാഹ് ഒരു പരീക്ഷണങ്ങളും ഞങ്ങളിൽ ഇറക്കല്ല അല്ലാഹ് കൊറോണ എന്ന ഈ മഹാമാരിയെ എത്രയും പെട്ടെന്ന് ഉയർത്തിക്കളയണേ അല്ലാഹ് ഈ മഹാമാരി കൊണ്ട് ഞങ്ങളെ ആരെയും നീ പരീക്ഷിക്കല്ല അല്ലാഹ് പരീക്ഷിക്കപ്പെട്ട എത്രയോ ആളുകളുണ്ട് നാടുകളുണ്ട് പ്രയാസത്തിൽപ്പെട്ട ഒട്ടനേകം വ്യക്തികളുണ്ട് എല്ലാം നീ നീക്കി കൊടുക്കണേ അല്ലാഹ് റബ്ബേ മജ്ലിസു സഖാഫത്തി സുന്നയ്യ കായംകുളം കുറ്റുകുളങ്ങരയിൽ നിലകൊള്ളുന്ന ഈ സ്ഥാപനം താജുൽ ഉലമ ശിലാസ്ഥാപനം നിർവഹിച്ചതു മുതൽ ഇതിൻ്റെ ബാനിയായ അബൂബക്കർ ഉസ്താദ് അതുപോലെ റബ്ബേ ദാരിമി ഉസ്താദ് മറ്റും ഇതിൻ്റെ റബ്ബേ പ്രവർത്തനത്തിലുണ്ടായിരുന്ന ഒട്ടനേക ആളുകൾ അല്ലാഹ് മറ്റു ബന്ധപ്പെട്ട ആര് ഖബറിലുണ്ട് അവരിലേക്കൊക്കെ എത്തിച്ച് ഖബർ സ്വർഗ്ഗാക്കണേ അല്ലാഹ് ജീവിച്ചിരിപ്പുള്ള എല്ലാവർക്കും എല്ലാവിധ സിഹത്തും ആഫിയത്തും നൽകി ഇതിൻ്റെ പ്രവർത്തകരായ റബ്ബേ ഇതിൻ്റെ ആളുകൾ ഒരുപാടുണ്ട് ഇതിന് നേതൃത്വം വഹിക്കുന്ന ഉസ്താദ് ബഷീർ ഉസ്താദ് ഫൈസി മറ്റു ഉസ്താദന്മാർ ആ ആലിമീങ്ങൾ പ്രവർത്തകർ എല്ലാവരെയും ഇതിന് പിന്നിൽ ഓടി നടക്കുന്നവർ ലയവും അതുപോലെ ശബ്ദവും മറ്റു റബ്ബേ ഇതിലേക്ക് റബ്ബേ വേണ്ടതെല്ലാം ചെയ്തവർ സംഭാവനകൾ നൽകി ഒട്ടനേക ആളുകളുണ്ട് ഇവിടെ നടക്കുന്ന ഉസ്താദുമാരുടെ ശമ്പളങ്ങളും അതുപോലെ മക്കളുടെ പഠന ചെലവുകളും റബ്ബേ അവർക്ക് വേണ്ട അല്ലാഹ് ആവശ്യമായ അവർക്ക് ഭക്ഷണങ്ങളും പാനീയങ്ങളും എല്ലാത്തിലേക്കും റബ്ബേ സംഭാവന നൽകുന്ന ഇന്ന് തുടങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെ ഇതിനെ സഹായിച്ച ബന്ധപ്പെട്ട ഒരാളെയും നീ ഖായിബാക്കാതെ അവരുടെ എല്ലാം ഫതഹാക്കി കൊടുക്കണേ അല്ലാഹ് റബ്ബേ ഒട്ടനേക രോഗികൾ ഞങ്ങളിലും
ദുആ വസിയത്ത് ചെയ്ത ആളുകളിലൊക്കെ ഉണ്ട്. ഞങ്ങളോട് പറയപ്പെട്ട ആളുകളെല്ലാം നിനക്കറിയാം. അവരെ പേരും അഡ്രസ്സും ആവശ്യങ്ങളും വിഷയങ്ങളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും അവർ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏത് നിലക്കുള്ള മാനസിക ശാരീരിക സാമ്പത്തിക പൈശാചിക എത്ര വലിയ മുസീബത്തുണ്ടെങ്കിലും ഇതിനാൽ നീ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. റബ്ബേ, ഒരു തരം രോഗം കൊണ്ട് നീ പരീക്ഷിക്കല്ലേ അല്ലാഹ്. ഒരു റബ്ബേ രോഗവും ഞങ്ങൾ അവയവങ്ങളിൽ നൽകല്ല അല്ലാഹ്. ഒരുപാട് തരം രോഗങ്ങളിൽപ്പെട്ട ഒട്ടനേക ആളുകളുണ്ട് ഇവിടെ, വായിച്ചവരിലും മറ്റുള്ളവരിലുമായി. ഏത് നിലക്ക് രോഗം ബാധിച്ച ആരുണ്ടെങ്കിലും എല്ലാം ഷാഫിയായ കാഫിയായ മുആഫിയായ നിന്റെ മുമ്പിൽ റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. റബ്ബേ, നിന്റെ ഹബീബിനെ കൊണ്ട് തേടുന്നു, വളരെ പെട്ടെന്ന് പരിപൂർണ ശമനം സർവരോഗത്തിനും നൽകണേ അല്ലാഹ്. ഒരുപാട് ബാധ്യതകളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒട്ടനേക ആളുകളുണ്ട്. എല്ലാവരുടെയും കടബാധ്യതകളെല്ലാം തീർത്ത് റാഹത്തുള്ള വീടും സ്ഥലങ്ങളും നൽകി റബ്ബെ ഉള്ളത് റാഹത്തിലാക്കി വളരെ സന്തോഷകരമായ റബ്ബെ മഈശത്ത് റിസ്കിന്റെ ബാബുകൾ തുറന്നു കൊടുത്ത് എല്ലാ നിലക്ക് റാഹത്തുള്ള ജീവിതം നൽകി നീ സന്തോഷിപ്പിക്കണേ അല്ലാഹ്. കുടുംബത്തിൽ അകൽച്ചയും മറ്റു ഭിന്നിപ്പുകളൊക്കെ ഉള്ളവരുണ്ട്. എല്ലാ അകന്ന മനസ്സുകളെയും അടുപ്പിച്ച് നല്ല നിലക്കുള്ള ജീവിതം നീ ഒരുക്കി കൊടുക്കണേ അല്ലാഹ്. റബ്ബേ, സിഹർ, ഐന്, ശയാത്തീൻ, നാക്ക്, കണ്ണേറ്, കൈവശം, പൈശാചിക ഉപദ്രവം, മാട്ടുമാരണം, കൂടോത്തരം എല്ലാ സർറും ഇതിനാൽ പൊട്ടിച്ചു കളയണേ അല്ലാഹ്, തരിപ്പണമാക്കി കളയണേ അല്ലാഹ്. എല്ലാ പൈശാചിക ഉപദ്രവങ്ങളിൽ നിന്നും ഞങ്ങളെല്ലാവരും രക്ഷപ്പെടുത്തണേ അല്ലാഹ്. സൂയാലിക്കളിൽ നിന്ന്, വഞ്ചകരിൽ നിന്ന്, കപടന്മാരിൽ നിന്ന്, കള്ളന്മാരിൽ നിന്ന്, കൊള്ളക്കാരിൽ നിന്ന്, നികൃഷ്ട ചിന്താഗതിക്കാരിൽ നിന്ന്, റബ്ബേ അക്രമികളിൽ നിന്ന്, അതിക്രമികളിൽ നിന്ന് എല്ലാ നിലക്കും റബ്ബേ അല്ലാഹ് ഉപദ്രവം ചെയ്യുന്ന എല്ലാ ജീവിജാലങ്ങളിൽ നിന്നും നിന്നോട് ഞങ്ങൾ രക്ഷ തേടുന്നു, നീ കാക്കണേ അല്ലാഹ്. റബ്ബേ, എല്ലാ നമ്മാമീങ്ങളും ഫത്താനീങ്ങളും കദ്ദാബീങ്ങളും മുബ്തദീങ്ങളും മുനാഫിക്കീങ്ങൾ മുശ്രിക്കീങ്ങൾ സർവരുടെയും ശർറ് ഞങ്ങൾക്ക് നീ തട്ടി ഒതുക്കി തരണേ അല്ലാഹ്. റബ്ബേ അല്ലാഹ്, മക്കൾ ആഗ്രഹിക്കുന്ന ഒട്ടനേക ആളുകളുണ്ട്. ഖൈറായ മക്കളെ നൽകണേ അല്ലാഹ്. ഇണകളെ തേടുന്നവർ നല്ലത് അടുപ്പിക്കണേ അല്ലാഹ്. റബ്ബേ, ഗർഭിണികളിൽ സുഖപ്രസവം നൽകണേ അല്ലാഹ്. സ്ഥലമില്ലാത്തവരുണ്ട്, വീടില്ലാത്തവരുണ്ട്, തൊഴിലില്ലാത്തവരുണ്ട്, അനുയോജ്യമായത് നൽകണേ അല്ലാഹ്. റബ്ബേ, കേസിലകപ്പെട്ടവരുണ്ട്, ജയിലിലായവരുണ്ട്, കള്ളക്കേസിൽ കൊടുക്കപ്പെട്ടവരുണ്ട്. പെട്ടെന്ന് തന്നെ റബ്ബേ പരിപൂർണ സലാമത്ത് മോചനം നൽകണേ അല്ലാഹ്. റബ്ബേ, നിയമകൂടത്തിന്റെ തടസ്സങ്ങൾ നേരിടുന്ന, ലൈസൻസ് കിട്ടാതെ, പെർമിഷൻ കിട്ടാതെ, സാങ്ഷൻ കിട്ടാതെ വിഷമിക്കുന്നവർ റബ്ബേ, പല നിലക്കും പല സംരംഭങ്ങളും സ്റ്റേ ചെയ്യപ്പെട്ടും മറ്റുമായി ആര് ഏത് നിലക്ക് പ്രയാസപ്പെടുന്നോ അവർക്കൊക്കെ വിധി അനുകൂലാക്കി കൊടുക്കണേ അല്ലാഹ്. റബ്ബ്, അഡ്മിഷൻ കിട്ടാൻ, പെർമിഷൻ കിട്ടാൻ, പരീക്ഷകളിൽ വിജയം കിട്ടാൻ റബ്ബ് പല നിലക്കും പല റബ്ബ് പഠനങ്ങളും നടത്തുന്നവരുണ്ട്. ഏത് മേഖലകളിൽ, ഏത് ഫീൽഡിൽ ആര് ഏത് പ്രയാസം അനുഭവിക്കുന്നോ, ഏത് വിഷമുണ്ടോ, എല്ലാ നിലക്കും അതൊക്കെ മാറ്റി പരിപൂർണമായും ഉദ്ദേശിച്ച സ്ഥാനത്തേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. റബ്ബേ, നിസ്കരിക്കാനോ നോമ്പെടുക്കാനോ സൽക്കർമ്മങ്ങൾക്ക് ഒരു മടിയോ അലസതയോ ക്ഷീണമോ മറവിയൊന്നും തരല്ല അല്ലാഹ്. സൽക്കർമ്മങ്ങൾ ധാരാളം ചെയ്യാൻ, തിന്മകൾ പാടയില്ലായ്മ ചെയ്യപ്പെട്ടവരാകാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. ഇന്ന് വരെ വന്നുപോയ സർവ്വത്തെറ്റും പൊറുക്കണേ അല്ലാഹ്. ഇനിയുള്ള ജീവിതം നിന്റെ ത്വാഅത്തിലാക്കി, മുത്തനബിന്റെ ഇത്തിബായിലാക്കി, മഹാന്മാരെ റൂട്ടിലാക്കി മാറ്റിത്തരണേ അല്ലാഹ്. റബ്ബേ, കിബ്റു ജുബ് ശഅവത്ത് റിയാ നിഫാഖ് വല്ലബ ഖസ്ലോഫലത്തുകൾ നൽകല്ലേ അല്ലാഹ്. റബ്ബേ അല്ലാഹ്, എല്ലാവിധ ലഹരി, കഞ്ചാവ്, കള്ള്, പെണ്ണ്, വൃത്തികെട്ട ഹീന പ്രവണത പ്രവർത്തനങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാഹ്. ഒരാളെ മുമ്പിൽ ഞങ്ങൾ ഐബാക്കല്ലേ അല്ലാഹ്, ഞങ്ങളെ വസലാക്കല്ലേ അല്ലാഹ്, അഭിമാനത്തിനൊരു കേടും വരുത്തല്ലേ അല്ലാഹ്.
റബ്ബ് ഇസ്സത്ത് നൽകി പരിപൂർണമായി നിന്നിലേക്ക് അടുത്തവരാക്കി നീ മാറ്റിത്തരണേ അല്ലാഹ്. റബ്ബെ ഹജ്ജ് ചെയ്യാ, ഉംറ ചെയ്യാ, മുത്തുനബിന്റെ ചാരത്തെത്താൻ, അവിടുത്തെ ഖബൂലിയത്ത് കിട്ടാൻ, ആ ഭൂമിയിലടങ്ങാൻ, അവിടുത്തെ കാണാൻ, റബ്ബെ ബദരീങ്ങളരികിലെത്താം, മുഹ്യിദ്ദീൻ ഷെയ്ഖ്, റിഫായിൻ ഷെയ്ഖ്, ഷാഫിമ അടക്കമുള്ള മഹാന്മാരെ സന്ദർശിക്കാൻ, അവരുടെ കാവൽ എപ്പോഴും ഞങ്ങളോടൊപ്പം ഉണ്ടാകാൻ ഈ ഉയർത്തുന്ന കരങ്ങൾ കാരണാക്കണേ അല്ലാഹ്. ഈ ദുആയിൽ പങ്കാളികളായ എല്ലാവരെയും നീ അറിയും. അവരുടെ മാനസിക, ശാരീരിക, സാമ്പത്തിക, വൈശാചിക, വ്യക്തിപരമായ, കുടുംബപരമായ, അയൽവക്കം, നാട് ബന്ധപ്പെടുന്ന മേഖലകൾ ഏത് പ്രശ്നം, ഏത് പ്രയാസം അനുഭവിക്കുന്നു, അതിനെല്ലാം ഇതൊരു പരിഹാരമാക്കണേ അല്ലാഹ്. ഞങ്ങളോട് ആവശ്യപ്പെട്ട എല്ലാവരുടെയും എല്ലാ പ്രശ്നങ്ങളും ഇതിനാൽ നീ തീർത്തു കൊടുക്കണേ അല്ലാഹ്. അവസാന ഈമാനോടെ മെരിപ്പിച്ച് മുത്തുനബിയാൽ ഖബറിലേക്ക് വെച്ച് അവരോടൊപ്പം റബ്ബേ മുത്തുനബിൻ്റെ ആല്, അസ്ഹാബ്, അഹ്ലു ബൈത്ത് അവരോടൊപ്പം ചേർക്കപ്പെട്ട് സന്തോഷവാന്മാരായി ബർസഖിയായ ജീവിതം കഴിയാൻ, നാളെ മഹ്ശറയിലെത്തുമ്പോൾ മുത്തുനബിൻ്റെ ശഫാഅത്തിൽ ഒരുമിച്ച് കൂട്ടപ്പെടാൻ, ആ കൊടുക്കിയിൽ അണിനിരത്തപ്പെടാൻ, ആ കരങ്ങളാൽ ഔദുൽ കൗസർ കുടിക്കാൻ, അർശിൻ്റെ തണലിൽ ഒരുമിക്കാൻ, റബ്ബേ കിതാബ് വലങ്കയിൽ സ്വീകരിക്കാൻ, മുത്തുനബിൻ്റെ ലിവാഉൽ ഹംദിന് പിന്നിൽ ഹിസാബ് കൂടാതെ സിറാത്ത് കടക്കാൻ, നന്മന്റെ തുലാസ് ഭാരം കൂടാൻ ഈ ഒരുമിച്ച് കൂടെ നിന്നിലേക്ക് ഉയർത്തുന്ന കരങ്ങളെ കാരണാക്കണേ അല്ലാഹ്. നരക ഹറാമായിൽ പെടുത്തണേ അല്ലാഹ്. സ്വർഗത്തിന്റെ യഥാർത്ഥ അവകാശികളാക്കണേ അല്ലാഹ്. നിന്റെ ലിഖാഹ് നൽകണേ അല്ലാഹ്. തിരുബിന്റെ മുറാഫഖ നൽകണേ അല്ലാഹ്. സ്വർഗീയ ജീവിതം നീ തയ്യാറ് ചെയ്ത, സ്വർഗീയ ഭവനങ്ങൾ നീ ഒരുക്കിയ, സ്വർഗീയ മുഴുവൻ സുഖങ്ങളും നൽകപ്പെട്ടവരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹ്. റബ്ബേ മജ്ലിസു സഖാഫത്തി സുന്നിയ എന്ന ഞങ്ങളുടെ ഈ സ്ഥാപനം, അതിൽ നടക്കുന്ന സംരംഭങ്ങളുമായി, മജ്ലിസ് കായങ്ങളും റബ്ബേ ഇതുമായി സഹകരിക്കുന്ന റബ്ബേ എല്ലാവരെയും നീ കബൂലാക്കണേ അല്ലാഹ്. ഇതിൽ പങ്കെടുക്കുന്ന ഒരാളെയും ഖായിബാക്കല്ല റബ്ബേ. ദുആ വസിയത്ത് ചെയ്ത എല്ലാവരെയും നീ അറിയും. അവരുടെ പേരും അഡ്രസ്സും ആവശ്യങ്ങളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും എല്ലാം ഇതുകൊണ്ട് തീർപ്പാക്കണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غفار المذنبين آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. بحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. صل على